ഹായ് ആൾ, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CSEBയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയായി അല്ലേ? എന്താണ് ജൂനിയർ ക്ലർക്കിന്റെ സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ് 1, സ്പെഷ്യൽ ഗ്രേഡ് 2 to 7, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നു. തുരാന്നാണല്ലേ ഇനി എക്സാം വരുന്നത്. നോട്ടിഫിക്കേഷൻസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നത്. ഇതിന് മുന്നേ ആയിട്ട് എന്താടാ ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ ഒരുപാട് ബോർ അടുപ്പിക്കുന്നില്ല. 5/3/2026 നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി, നിങ്ങൾ അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ട അവസാനത്തെ തീയതി എന്നാണ് 4/4/2026 ആണ്. അപ്പൊ ലാസ്റ്റ് ഡേ വരെ ഒന്നും കാത്തിരിക്കേണ്ട, ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, പോയി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് CSEB നേരിട്ട് നടത്തുന്ന എന്താണ് എക്സാം ആണ് അല്ലെ? അപ്പോ ഇവിടെ എന്താണ് ക്വാളിഫിക്കേഷൻസ് എന്താണെടാ? നമുക്കറിയാം ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുമ്പോ ജൂനിയർ ക്ലർക്കിന്റെ എല്ലാ ക്വാളിഫിക്കേഷൻ സെയിം ആണ്. സൂപ്പർ ഗ്രേഡിന്റെ ആയാലും നമ്മുടെ സ്പെഷ്യൽ ഗ്രേഡ് എക്സാമിന്റെ ആയാലും. ചുരുക്കത്തിൽ ഒന്ന് എന്ത് ചെയ്യണം, കട്ട്. അപ്പൊ നമുക്ക് ചുരുക്കത്തിൽ എന്താണ് ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ടെലിഗ്രാം ചാനലിൽ കൂടി താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക കേട്ടോ. കാറ്റഗറി നമ്പർ 10/2026 അല്ലെ, ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കുകൾ. അപ്പൊ നമുക്ക് എന്താ ക്വാളിഫിക്കേഷൻ നോക്കാം ജൂനിയർ ക്ലർക്ക് എക്സാമിന്റെ. ജൂനിയർ ക്ലർക്ക് എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ SSLCയും അതിന് ഈക്വലന്റ് ആയിട്ടുള്ള യോഗ്യതയും. എന്താണ് സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് എന്ന് വെച്ചാൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയും ആയിരിക്കണം. ഓക്കെ, അപ്പൊ SSLCയും ഈക്വലന്റും പിന്നെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയും ആയിരിക്കണം. ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ എന്താണ് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന GDC DCM, പിന്നെ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC തുല്യമായ അടിസ്ഥാന യോഗ്യതയും ആയിരിക്കണം. കൂടാതെ സഹകരണ വിഷയമായി എടുത്ത നമ്മുടെ BCom കോർപ്പറേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക്, ഇനി BCom കോർപ്പറേഷൻ അല്ല BCom ടാക്സോ വേറെ എന്തെങ്കിലുമാണ് എലക്റ്റീവ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? കോർപ്പറേഷൻ എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്ത് പ്രൈവറ്റ് ആയിട്ട് ചെയ്യുകയോ ഡിഗ്രിയാണ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ HDCM അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ 1 വർഷത്തെ റെഗുലർ കോഴ്സും HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം ആൻഡ് ബാങ്കിങ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ ക്ലർക്കിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. അപ്പൊ മിനിമം ക്വാളിഫിക്കേഷൻ എന്താണെടാ? SSLC അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള യോഗ്യതയും പിന്നെ JDCയുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാമോ എന്ന് ചോദിച്ചാൽ എന്താണ് എഴുതാം എന്ന് മനസ്സിലായല്ലോ. ഒരു ഡൗട്ട് വേണ്ട. ഒരു കാര്യം കൂടി, നിങ്ങൾ CSEBയിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. CSEBയുടെ വെബ്സൈറ്റ് ഏതാണ്? www.cseb.kerala.gov.in ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേട്ടോ. ഓക്കെ ആണേ? അപ്പൊ നിങ്ങൾ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്റർനെറ്റ് കഫേയിൽ പോയി തന്നെ അപ്ലൈ ചെയ്യുക. സ്വന്തമായിട്ട് അപ്ലൈ ചെയ്തിട്ട് തെറ്റുകുറ്റങ്ങൾ വരുത്തുന്നതിന് മുന്നേ, അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക ഏതൊക്കെ ബാങ്കുകളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകേണ്ടത് ചെയ്തു പോകും. എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാൻ ടൈം ലാഭിക്കാം. നമുക്കിനി ഏതൊക്കെ ബാങ്കിലാണ് വേക്കൻസി ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ചെന്നിത്തല, ഇപ്പത്തര, SCB കേട്ടോ. ഇവിടെ ജൂനിയർ ക്ലർക്കിന് 4 വേക്കൻസിയാണ് ജനറലിനുള്ളത് കേട്ടോ.
ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളത്. ഓക്കെ, അപ്പോ ഇവരുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 18,300 to 46,830 ഇടയ്ക്കാണ് അവരുടെ സാലറി സ്കെയിൽ വരുന്നത്. കണ്ടോ, സാലറി ഒക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. നമ്മളിങ്ങനെ കണ്ടിങ്ങനെ അട്രാക്ഷൻ തോന്നി ഇങ്ങനെ സ്വപ്നം കണ്ടാൽ പോരാ, നമ്മൾ ആ സ്വപ്നം കീഴടക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നോട്ട് ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്, എൻജോയ് ചെയ്ത് പഠിക്കുക. എന്താടാ, കോട്ടയം ജില്ലാ പോലീസ് സഹകരണ സംഘം, ഇവിടെ എന്താണ് ഒരു വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കേണ്ട. വേക്കൻസി നിങ്ങൾക്കുള്ളതായിരിക്കാം അല്ലെ. അവിടെ എന്താണ്, ജനറൽ ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നേരത്തെ അതേ സ്കെയിൽ ഓഫ് പേ ആണ്. എന്താണ്, പള്ളുരുത്തി മണ്ഡലം SCB അല്ലെ, അവിടെ ജൂനിയർ ക്ലർക്കിന് 4 വേക്കൻസി ആണ് ഉള്ളത്. അവിടെ എന്താണ്, SC STക്ക് 1, ജനറൽ 3. അപ്പൊ എന്താണ്, ജനറൽ കാറ്റഗറിക്കാർക്ക് 3 ഉള്ളൂ കേട്ടോ. മൊത്തത്തിലുള്ളവർക്ക് 3, SC STക്ക് 1 കേട്ടോ. എടാ, ഈ ജനറൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടും. ഓക്കെ, നെക്സ്റ്റ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 4 വേക്കൻസി ആണ്. SC 1, ജനറൽ ആണ് എന്ത് 3 എന്ന് പറയുന്നത്. സ്കെയിൽ ഓഫ് പേ നേരത്തെ തന്നെയാണ്. ഇതെന്താണ്, മകരപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക്, അവിടെ ജൂനിയർ ക്ലർക്കിന് ഒറ്റ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട, ഉറപ്പായിട്ടും കൊടുക്കണം. ഇനി എന്താണ്, വളവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 1, ജനറൽ. നിങ്ങളുടെ അടുത്തുള്ളതാണ്, ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കൊടുക്കുക. പയ്യന്നൂർ സഹകരണ റൂറൽ ബാങ്ക് ജൂനിയർ ക്ലർക്കിന് 2 വേക്കൻസിയാണ്, ജനറൽ എല്ലാവർക്കും ഉള്ളതാണ്. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം എത്രയാണ്, ജൂനിയർ ക്ലർക്ക് 4 വേക്കൻസിയാണ്. ഇവിടെ SC ST ബോർഡ് 2, ജനറൽ ആണ് 2 വരുന്നത്. സൂപ്പർ ഗ്രേഡ് എക്സാമിന് നോട്ടിഫിക്കേഷനുമായിട്ട് ഡീറ്റെയിൽസ് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകൾ നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. ക്വാളിഫിക്കേഷൻസ് ഒക്കെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പൊ ഇവരുടെ കാറ്റഗറി നമ്പർ 11/2026 ജൂനിയർ ക്ലർക്ക് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളുടെയാണ് കേട്ടോ. 11/2026 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എന്താണ്, വഞ്ചിയൂർ സഹകരണ സംഘം ജൂനിയർ ക്ലർക്കിന് 2 വേക്കൻസി ആണുള്ളത്. തിരുവനന്തപുരത്താണ് കേട്ടോ, തിരുവനന്തപുരത്ത്. ഇത് കൺസോളിഡേറ്റഡ് പേ ആണ്, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ്, പുന്നത്തല സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്കിന് 1 വേക്കൻസി, ജനറൽ തന്നെയാണ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 16,890 43,660 ഇടയ്ക്കാണ് സാലറി വരുന്നത്. ഇനി ചവറ സർവീസ് സഹകരണ ബാങ്കോ കൊല്ലമാണ് കേട്ടോ. അവിടെ ജൂനിയർ ക്ലർക്കിന് 2 വേക്കൻസി ആണ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സർവീസ് സഹകരണ ബാങ്കിൽ 3 ജനറലിന്റെ തന്നെയാണ് വരുന്നത്. അത് എവിടെയാണ്, കൊല്ലമാണ് കേട്ടോ. അപ്പൊ ട്രിവാൻഡ്രം, കൊല്ലം എന്താണ്, സന്തോഷമായി കാണുമല്ലോ അല്ലെ. പിന്നെ എന്താണ്, ആലപ്പുഴയില് SC എവിടെയാടാ, അവിടെ ജൂനിയർ ക്ലർക്കിന് ഒറ്റ വേക്കൻസി ആണ്. അടുത്തുള്ള ആലപ്പുഴ ജില്ലക്കാര് കൊടുക്കുക. കടക്കരപ്പള്ളി SCB എവിടെയാണ്, ജൂനിയർ ക്ലർക്ക് എന്താണ് 1 ആലപ്പുഴയാണ്. അകലംകുന്ന് വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് കോട്ടയം ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി. തൊടുപുഴ ഹൗസ് കൺസ്ട്രക്ഷൻ കോപ്പറേറ്റീവ് ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി, ജനറൽ. കറുത്തേടം SCB എവിടെ, ജൂനിയർ ക്ലർക്ക് 2 എറണാകുളം. ഇനി എവിടെയാണത്, എറണാകുളത്തുള്ളതാണ്. പിന്നെ എന്താണ്, ചെങ്ങമനാട് സർവീസ് ഇതൊന്ന് കട്ട് ചെയ്യണേ. ഇത് ചെങ്ങമനാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എവിടെയാണ്, എറണാകുളം. അവിടെ 2 വേക്കൻസി ആണുള്ളത്. അപ്പൊ ഇപ്പൊ എത്രയായ, ആലപ്പുഴ 1, 2, പിന്നെ കോട്ടയത്ത് 1, പിന്നെ ഇടുക്കി. കോട്ടയത്ത് 1 ബാങ്കിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. കോട്ടയത്ത് 1 ബാങ്കിലുള്ള കാര്യമാണ് 1 പറഞ്ഞത്. പിന്നെന്താണ്, തൊടുപുഴ എവിടെ, ഇടുക്കി, അവിടെ 1 വേക്കൻസി. ഇടുക്കിയിലും 1 ബാങ്കിലേ ഉള്ളൂ. പിന്നെ എറണാകുളം നമ്മളിപ്പോ 2ാമത്തെ ബാങ്ക് ആണല്ലേ ഡിസ്കസ് ചെയ്ത് നിർത്തി. ഇനി എന്താണ്, വള്ളുവള്ളി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി, അതും എറണാകുളം തന്നെയാണ് വരുന്നത്. പിന്നെന്താണ്, വള്ളുവള്ളി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് എറണാകുളം, ജൂനിയർ ക്ലർക്ക് 1. ഓക്കെ, അത് ഭിന്നശേഷി വിഭാഗം ഉള്ളവർക്കുള്ളതാണ് കേട്ടോ. അവയപ്പോ എന്താണ്, ഭിന്നശേഷിക്കാര് മാത്രമേ അത് അപ്ലൈ ചെയ്യാവുള്ളൂ. ദെൻ എന്താണ്, പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് പറയുന്ന ജൂനിയർ ക്ലർക്ക് 4 വേക്കൻസി, അതും എവിടെയാണ് മക്കളെ, എറണാകുളത്താണ് കേട്ടോ. അത് ഇനി എന്താണ്, അടുത്തത് തൃശ്ശൂർ
വെങ്കടേശ്വരി സർവീസ് സഹകരണ ബാങ്ക്, അത് എവിടെയാണ്? തൃശൂർ. 4 വേക്കൻസി ജനറൽ കാറ്റഗറിയാണ്. ഇനി എറിയാട് സർവീസ് സഹകരണ ബാങ്ക്, അതും എവിടെയാണെടാ? തൃശൂർ. 2 വേക്കൻസി ജനറൽ ആണ്. എടവണ്ണ സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 2 എണ്ണം ജനറൽ. ഈസ്റ്റ് എറണാകുളം സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം, അത് SC STക്ക് ഒരെണ്ണം ജനറൽ 1 കേട്ടോ. ഇനി കണ്ണാടിപ്പറമ്പ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി, SC ST 1, ഭിന്നശേഷിക്കാർക്കാണ് അവിടെ 1 വേക്കൻസി പോണത്. കതിരൂർ ഹൗസിംഗ് സഹകരണ സംഘം ജൂനിയർ ക്ലർക്ക് 1 ജനറൽ. മുളിയാർ സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്കിന് അവിടെ 4 വേക്കൻസി ആണുള്ളത്. അപ്പോ എന്താണ് അത്യാവശ്യം കാസർഗോഡ് എന്താണ് നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞതിന് 4 വേക്കൻസികൾ ഉണ്ടല്ലേ. അപ്പോ എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സ്പെഷ്യൽ ഗ്രേഡ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് സ്പെഷ്യൽ ഗ്രേഡ് സെക്കൻഡ് 7 നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാം. അടുത്ത നമ്മൾ കാറ്റഗറി നമ്പർ 12/2026 ജൂനിയർ ക്ലർക്ക് ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളുടെ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ക്വാളിഫിക്കേഷൻ ഒക്കെ കോമൺ തന്നെയാണ്, അത് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നോക്കാം എന്താണ്. ചിറയൻകീഴ് താലൂക്ക് കോഓപ്പറേറ്റീവ് സഹകരണ സംഘം തിരുവനന്തപുരം 1 വേക്കൻസി ജനറൽ കാറ്റഗറിക്കാർക്ക് 14,270 തൊട്ട് 37,880 ഇടയ്ക്കാണ് സാലറി വരുന്നത്. നല്ലൊരു സാലറി സ്കെയിൽ ആണ്. ഇനി എന്താണ്? തുരുത്തിക്കര സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസിയും, അത് ജനറൽ ആണ്. കൊല്ലത്താണ് കേട്ടോ, കൊല്ലം. ഇനി ഏനാനത്ത് സർവീസ് സഹകരണ ബാങ്ക് ജനറൽ 1 വേക്കൻസി. പൊങ്ങ SCB ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി ജനറൽ കാറ്റഗറിയും. ഇവിടെ എന്താണ് 7,900 പിന്നെന്താണ് 19,300 ഇടയ്ക്കാണ് കേട്ടോ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മൾ ഇപ്പൊ എന്താണ് ഇരിക്കുന്നതിന് മുന്നേ നമ്മൾ കാല് നീട്ടേണ്ട ആവശ്യമൊന്നുമല്ല. നമ്മൾ എന്താണ് വേക്കൻസി അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ നമുക്ക് എന്താണ് പഠിച്ചു കയറാവുന്നതേ ഉള്ളൂ, വേറെ ബാങ്കിലൊക്കെ കയറാവുന്നതേ ഉള്ളൂ. അപ്പൊ സാലറി സ്കെയിൽ ഒന്ന് നോക്കി അപ്ലൈ ചെയ്യാനായിട്ടിരിക്കണം, കൊടുക്കുക എന്നുള്ളതാണ്. ഇനി കാഞ്ഞിരപ്പള്ളി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ജൂനിയർ ക്ലർക്ക് 2 1 ജനറൽ, 1 ഭിന്നശേഷി വിഭാഗത്തിന് പോകുന്നതാണ്. തിരുവാർപ്പ് വില്ലേജ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് 1 ജനറൽ കാറ്റഗറി. ഇനി എവിടെയാണ്? കോട്ടയാണ് അവിടെ. ഇനി വെള്ളിയാമറ്റം സർവീസ് സഹകരണ ബാങ്ക് ഇടുക്കി, അവിടെ 2 വേക്കൻസി ജനറൽ കാറ്റഗറിക്കാർക്ക്. ഇനി കുലാപ്പറ്റ കോഓപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ജൂനിയർ ക്ലർക്കിന് 1 വേക്കൻസി ജനറൽ. ഇരുമ്പിളിയം സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി ജനറൽ. കുട്ടിലങ്ങാടി പഞ്ചായത്ത് വനിതാ സഹകരണ സംഘ ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി. ശിവപുരം സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി ജനറൽ കാറ്റഗറിക്കാർക്ക്. ഇതെവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ. ഇനി എന്താണ്? കാവുന്തര സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോടാണ്, അതും ജൂനിയർ ക്ലർക്കിന് 2 വേക്കൻസി ആണുള്ളത്. ഇനി കാലിക്കറ്റ് വനിതാ സഹകരണ സംഘം കോഴിക്കോട് ജനറൽ കാറ്റഗറി ജൂനിയർ ക്ലർക്കിന് 1 വേക്കൻസി. ചട്ടഞ്ചാൽ അർബൻ സഹകരണ സംഘം ജൂനിയർ ക്ലർക്കിന് 2 വേക്കൻസി. ഭിന്നശേഷി വിഭാഗത്തിന് ആണ് 1 പോണത്. ജനറൽക്കാർക്ക് 1 വേക്കൻസി കിട്ടത്തുള്ളൂ. കോളത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്കിന് 1 ജനറൽ ആണത്. ഇനി ബളാൽ വനിതാ സർവീസ് സഹകരണ സംഘം ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി ജനറൽ ആണ് വരുന്നത്. അപ്പോ നമ്മള് എന്താണ് വേക്കൻസികളൊക്കെ ഉണ്ട്, നിരന്തരം ഇങ്ങനെ എക്സാം വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാമിന്റെ ഒരു എന്താണ് ഒരു പുഴ തന്നെയാണല്ലേ. അപ്പൊ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം പോലെ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ തുടങ്ങുക. ഓൾറെഡി പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർ എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ എക്സാം ക്രാക്ക് ചെയ്ത് 2026 ഡിപ്പാർട്ട്മെന്റിൽ കയറാൻ നോക്കുക എന്നുള്ളതാണ്. നോട്ടിഫിക്കേഷന്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് അവൈലബിൾ ആണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ, ഒന്ന് ലൈക്ക് ചെയ്തേരെ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും. അപ്പോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.